നമസ്കാരം, ഞാൻ ഉണ്ണിമായ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അരും കൊലയിൽ തെളിവ് തേടി. നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ അടിക്കടി മൊഴി മാറ്റുന്ന പ്രതി കേഡൽ ജിൻസിന്റെ തെളിവെടുപ്പ് തുടരുന്നു. ഇന്നലെ നന്ദൻകോട്ടെ വീട്ടിൽ കേഡലിനെ എത്തിച്ച് തെളിവെടുത്ത പോലീസ് ചെന്നൈയിൽ പ്രതി ഒളിവിൽ താമസിച്ച ലോഡ്ജിലും തെളിവെടുപ്പ് നടത്തും. അതിനിടെ കൊലപാതകം പ്രതി നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. ഈ മാസം 5-ന് കേഡൽ 2 കന്നാസ് പെട്രോൾ വാങ്ങിയെന്ന് ഓട്ടോ ഡ്രൈവറുടെ മൊഴി. കൊല നടത്തുന്നതിന് മുൻപ് തന്നെ പെട്രോൾ വീട്ടിൽ കരുതി വെച്ചെന്നും അന്വേഷണ സംഘം. കാനത്തിന് കേന്ദ്ര പിന്തുണ. സംസ്ഥാന പോലീസിനെതിരായ ആരോപണങ്ങൾ ശരിവെച്ച് CPI കേന്ദ്ര നേതൃത്വം. പോലീസ് തുടർച്ചയായി ഗുരുതര വീഴ്ച വരുത്തുന്നു എന്നും സുധാകർ റെഡ്ഡി. ജിഷ്ണു കേസിലെ പോലീസ് നടപടി കിരാതം. വിമർശനം ഉന്നയിക്കുന്നവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നും റെഡ്ഡി. പ്രകാശ് കാരാട്ടിന് കാനം നൽകിയ മറുപടിക്കും കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ. CPI പ്രതിപക്ഷമല്ല, LDF-നൊപ്പമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ സംസ്ഥാന തലത്തിൽ പരിഹരിക്കണം. തർക്ക വിഷയങ്ങൾ CPM കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്യണമെന്നും CPI ദേശീയ ജനറൽ സെക്രട്ടറി. അതിനിടെ ജിഷ്ണു കേസിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും വിമർശിച്ച് CPIക്ക് നാളെ CPM മറുപടി നൽകും. ഇതിനായി കണ്ണൂരിൽ വാർത്താ സമ്മേളനം വിളിച്ച് കോടിയേരി ബാലകൃഷ്ണൻ. അഭിപ്രായ ഭിന്നതകൾ ചർച്ച ചെയ്യും വരെ പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം. അഫ്ഗാനെ ഞെട്ടിച്ച് അമേരിക്ക. അഫ്ഗാൻ അതിർത്തിയിലെ IS കേന്ദ്രത്തിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ 36 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. നങ്കർഹാർ പ്രവിശ്യയിലെ അമേരിക്ക ഉപയോഗിച്ചത് ബോംബുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ലോകത്തെ ഏറ്റവും ശക്തിയേറിയ ആണവേതര ബോംബ്. അതേസമയം ആക്രമണത്തിൽ കേരളത്തിൽ നിന്ന് IS കേന്ദ്രങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട മലയാളികൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാതെ റിപ്പോർട്ട്. IS-ൽ ചേർന്ന കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി മുഹമ്മദ് മുർഷിദ് മരിച്ചതായി ബന്ധുക്കൾക്ക് ടെലിഗ്രാം സന്ദേശം. ആക്രമണം വഴി അമേരിക്ക ലക്ഷ്യം വെച്ചത് പാക് അതിർത്തിയിലെ IS തുരങ്കങ്ങളെയും ഒളിച്ചിരിക്കുന്ന ഭീകരരെയും. വ്യോമാക്രമണം വിജയകരമെന്ന് പ്രസിഡന്റ് ട്രംപ്. അത്യാധുനിക GPS സംവിധാനത്തിലൂടെ നിയന്ത്രിക്കപ്പെട്ട GBW-43 ബോംബിന് ഭാരം 10,000 കിലോ. സമവായം തള്ളി പാകിസ്ഥാൻ. ചാരവൃത്തി ആരോപണത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുൽഭൂഷൺ ജാദവിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പാകിസ്ഥാൻ. ഇന്ത്യയുമായി ഒരു ഒത്തുതീർപ്പ് ചർച്ചയും വേണ്ടെന്ന് പാക് സൈനിക മേധാവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം. എന്നാൽ വിഷയത്തിൽ നയതന്ത്ര ഇടപെടലിന് സൗകര്യം ഒരുക്കണമെന്ന് ഇന്ത്യ. കുൽഭൂഷൺ ജാദവിനെതിരായ കുറ്റപത്രം പാകിസ്ഥാൻ കൈമാറണം. സൈനിക കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാൻ ജാദവിന് അഭിഭാഷകനെ അനുവദിക്കണമെന്നും ഇന്ത്യ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,780 രൂപ, പവൻ 22,240 രൂപ, വെള്ളി ഗ്രാമിന് 46 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.